നമ്മൾ ഒരു ബ്ലോഗ് കാണിക്കുകയാണ്. മനോഹരമായ ഒരു ബ്ലോഗ് കാണിക്കുകയാണ്. ഒരു തറവാടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ദുരൂഹ തറവാട്ടിലോട്ട് നമ്മൾ കയറുവാണ്. ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഈ തറവാട്ടിൽ ഒരു റൂമാണിത്. ഈ റൂമിലോട്ട് നമ്മൾ കയറുവാണ്. ഇവിടെ റൂമിൽ അറേ നില എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ല, നിങ്ങൾ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? പക്ഷേ ഈ തറവാട് കണ്ടിട്ടില്ല. അതാണ് നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ സിനിമയെ കാണാൻ പറ്റും, പക്ഷെ നമ്മൾ നേരിൽ കാണാൻ പറ്റുമോ? കണ്ടില്ല, ഒരു കോണിപ്പടിയാണ് കാണുന്നത്. മേളിലോട്ടുള്ള അറേ നിലയിലുണ്ട് കോണിപ്പടിയാണ് കാണുന്നത്. ഉണ്ട്. ഈ കോണിപ്പടി നമ്മൾ വീഡിയോ എടുക്കുന്ന പ്രിയേഷ് ആകാശ്. കേട്ടില്ലേ? എടുക്ക്, വീഡിയോ എടുക്ക്, പോട്ടെ. കോണിപ്പടിയിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് നമ്മൾ വരുവാണ്. ഇവർ ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത്. ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ മേളിലോട്ടുള്ള നിറയാണ് കാണുന്നത്. കണ്ടോ? കയറുക. സ്റ്റെപ്പ് വഴി നമ്മൾ മേളിലോട്ട് കയറുക. നമ്മളെന്താന്ന് മേളിൽ വെച്ച് നമ്മളത് കാണുക. നമ്മൾ കണ്ടറിഞ്ഞ് നിങ്ങളെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ഇത്ര നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വേണേ കണ്ടാ മതി. പിന്നെ പിന്നെ അതിന്റെ കാര്യമൊന്നുമില്ല. അയ്യോ, നമ്മളെ കണ്ടിട്ട് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ വീഡിയോ ഒക്കെ എടുക്കും. ഇത് കണ്ടു എടുക്ക്. നിങ്ങൾ പുരാതന കാലത്ത് വാച്ചുണ്ടാക്കിയ സമയത്തുള്ള ഒരു സംഭവമാണിത്. ഇത് കണ്ടില്ലേ? കരിയോയിലും ഇതോടെ ചേർത്തിട്ട് ചെലന്തി എല്ലാം കൂടി ഇട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ ഫോളോ ചെയ്യണം, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇത് ബിയർ അല്ല. നിങ്ങൾ ഇതൊരു പഴയ ബിയർ കുപ്പിയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബിയർ. ബിയർ കുപ്പിയാണ്. പക്ഷെ ഇത് ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ടുണ്ടാക്കിയ ഒരു മിശ്രിതമല്ല. ഇതൊരു വീഞ്ഞാണ്. കണ്ടോ? വീഞ്ഞിന് നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. നമ്മളെ സെക്സ് ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. വീഞ്ഞാണ്. കണ്ടോ? നല്ല ഒന്നാന്തരം വീഞ്ഞ്. കണ്ടോ? ഇത് ഊർന്നുണ്ടോ? വാച്ച് ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കിയല്ല, ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടാക്കി. ഈ ട്യൂബിൽ നിന്ന് ഈ കറുത്ത വസ്തുവിന് പകരം നല്ല പ്യൂറായിട്ടുള്ള വെള്ളം വരും. ഇവിടെ നേരത്തെ ജീവിച്ചിരുന്നവര് ഇവരാണ് ഉണ്ടാക്കിയത്, നമ്മളല്ല ഉണ്ടാക്കിയത്. നമ്മളെ എക്സസൈസും മറ്റൊന്നും ഉണ്ടാക്കാൻ വരണ്ട. നല്ല മഴയുണ്ട്. നല്ല മഴയുണ്ട്. നല്ല പുറത്ത് നല്ല മഴയുണ്ട്. നല്ല മഴയുണ്ട്. നമ്മളെല്ലാം അനുഭവിച്ച് നല്ല രീതി. മഴയെല്ലാം നമ്മൾ നല്ല രീതി അനുഭവിച്ച് കേറി പോണ. കനാലിലൊന്നും വെള്ളം പെടുന്ന പോലല്ല ഇത് ഞങ്ങളുടെ അഡ്വഞ്ചർ ജീവിതങ്ങളാണ്. കാണാൻ പറ്റേ ഞങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കാണണ്ട. ഞങ്ങൾ എടുക്കുന്ന വീഡിയോ മാത്രം കണ്ടാൽ മതി. ഞങ്ങൾ കനാലിൽ വെള്ളം പെടുത്തവന്മാരൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ കാണുന്ന രീതികൾ കണ്ട. പഴയ രീതിയിലുള്ള ഓടുകൾ, ആശാരിമാരുടെ രീതിയിലുള്ള ടച്ച് വാർപ്പ് കാണികൾ കഴുക്കോലുകൾ എന്നാ സ്ട്രോങ് ആണെന്നറിയോ? കണ്ടു നോക്ക. നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ പിടിച്ചാൽ കണ്ടോ? ആനപ്രേമി സാധനം നമ്മൾ അങ്ങനെ പ്രേമില്ലേ? ഇത് അറേ നിലയുള്ള വീടാണ് പഴയ. ഇത് നമ്മുടെ എറണാകുളത്തോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും കാണിച്ചു തരുവാണെങ്കിൽ, ഏതെങ്കിലും യൂട്യൂബ് ബ്ലോഗർമാർ കാണിച്ചു തരുവാണെങ്കിൽ കാണിച്ചു തരത്തില്ല. അമ്മാരുടെ പൈസ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് അതിന്റെ കാര്യമില്ലല്ലോ. കേട്ടോ? അതുകൊണ്ട് ഇതുണ്ട് കൊട്ടയാണ്. ഇത് കൊട്ട ഇത്ര വർഷം കൊഞ്ചു പിടിച്ചു കഴിഞ്ഞാൽ തെള്ളി നിൽക്കും സാധനം. എത്ര കോഴിയെ പിടിക്കാതറിയോ? പിന്നല്ല, നിങ്ങളൊക്കെ കണ്ടു നോക്ക്. പിന്നെ കണ്ട ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാറുണ്ട്. നമ്മൾ പറയുന്ന കാര്യം ഇവിടെ ഒരു ആറിന്റെ വക്കാണ്. പഴയ കാലത്ത് വമ്പയാറിന്റെ വക്കാണ്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറും. വെള്ളം പൊങ്ങുമ്പോൾ ഇവർ ഈ സാധനങ്ങളെല്ലാം ഇവിടെ കയറ്റി വെച്ചിട്ട് ഇവിടാണ് തങ്ങിക്കൊണ്ടിരുന്നത്. ഈ സ്ഥലം ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ലായിരിക്കും, പക്ഷേ വെള്ളം പോലെ കാണാം. ഇതാണ് ആ സ്ഥലം. ഇത് കണ്ടോ? ഈട്ടിയാണ്. കണ്ടോ? ഈട്ടി തണി കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇത്. കണ്ടോ? ഒരു കേട് പോലും പറ്റിട്ടില്ല. ഇപ്പൊ 1 ലക്ഷം രൂപ ഇതിന് വില. അന്നെന്ന് പറഞ്ഞാൽ 10,000 രൂപ ഉള്ളു ഇതിന് വില. അതാണിപ്പം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും വിലയുണ്ട് ഇതിന്. അയ്യോ, നമ്മളുടെ ഒരു
4 ശമ്പളം വേണം ഇത് മേടിക്കാൻ, ഒരു കഴുക്കോൽ മേടിക്കാൻ. എത്ര ശമ്പളം പറ്റൂ? പറ്റത്തില്ല. പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയണം. അല്ല പിന്നെ അയ്യോ കിടി. ഇത് കണ്ടോ? അതൊരു വേറൊരു റൂമിലെ ഒരു പത്തായ പുരയാണ് കാണുന്നത്. കണ്ടോ?